കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് UDF ഇന്ന് വടകര റൂറൽ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തും. മുൻ MP കെ മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. പോലീസ് നടപടി പ്രതികളെ സംരക്ഷിക്കാനാണെന്ന് ആരോപിച്ചാണ് മാർച്ച്. അതേസമയം ആരോപണ വിധേയനായ റിബേഷ് രാമകൃഷ്ണന് പ്രതിരോധം തീർക്കുകയാണ് ഡിവൈഎഫ്ഐ. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ശരത്ത് ചേരുന്നു. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ആളിക്കത്തുകയാണ്. പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് UDFന്റെ തീരുമാനം. എങ്ങനെയായിരിക്കും പ്രതിഷേധം ഇന്നത്തെ? ഗുഡ് മോർണിംഗ് ആര്യ, ശ്രുതി. അതായത് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വടകരയിൽ ഇത്തരത്തിലൊരു ബഹുജന പൊതുയോഗം സംഘടിപ്പിച്ചത്. അത് ഇത്തരത്തിൽ ഈ ഡിവൈഎഫ്ഐക്കെതിരെ നടക്കുന്ന കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഡിവൈഎഫ്ഐക്കെതിരെ നടക്കുന്ന ക്യാമ്പയിനെതിരെയാണ് ഇത്തരത്തിലൊരു ബഹുജന പൊതുയോഗം നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ, അതായത് ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് ഇന്നിപ്പോൾ UDF. അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ UDF വടകര SP ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ മുരളീധരൻ MP ആണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രധാനമായും UDF പറയുന്നത്, നിലവിലെ പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്നൊരു നിലപാട് തന്നെയാണ് UDFനുള്ളത്. അന്വേഷണം ഇത്തരത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് പോലീസിനുള്ളത് എന്നുള്ളതാണ് UDF ആരോപിക്കുന്നത്. എന്തായാലും അതൊക്കെ തന്നെ ഉയർത്തിക്കാട്ടി തന്നെയാണ് ഇന്നിപ്പോൾ മാർച്ച് നടത്തുന്നത്. UDF പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിലവിൽ ഇത്തരത്തിൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ആകെ കേസെടുത്തിട്ടുള്ളത് മുഹമ്മദ് കാസിം എന്ന MSF നേതാവിനെതിരെയാണ്. അതേസമയം റിബേഷ് ഉൾപ്പെടെയുള്ള CPM അനുകൂല പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് പ്രചരിപ്പിച്ചതായി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരെയൊക്കെ തന്നെ സാക്ഷിയായി നിർത്തുന്ന സാഹചര്യമുണ്ട്. ആ രീതിയിൽ ഇവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവരെ റിബേഷൻ ഉൾപ്പെടെയുള്ള ചോദ്യം ചെയ്താൽ തന്നെ ഈ സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് വന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകും. പക്ഷേ അത്തരം നടപടികൾ പോലീസ് സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ളൊരു വാദം തന്നെയാണ് UDF ഉയർത്തുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. അതേസമയം DYFI പറയുന്നത്, ഈ ഒരു സ്ക്രീൻഷോട്ട് വിവാദം അത് DYFIയുടെ തലയിലേക്ക് കെട്ടിവെക്കാനാണ് UDF ഉൾപ്പെടെയുള്ള സംഘടനകൾ ശ്രമിക്കുന്നത്. എന്നാൽ ഇതിൽ DYFI അല്ലെങ്കിൽ റിബേഷോ യാതൊരു തരത്തിലുള്ള തെറ്റും ചെയ്തിട്ടില്ല. റിബേഷ് ഈ സ്ക്രീൻഷോട്ട് രണ്ട് എൻകൗണ്ടേഴ്സ് എന്ന ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊരു ജാഗ്രതയുടെ ഭാഗമായിട്ടാണ്. അതായത് ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്, അത് തിരിച്ചറിയണമെന്ന ജാഗ്രത വേണമെന്ന രീതിയിലാണ് റിബേഷ് ഇത്തരത്തിൽ റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഗ്രൂപ്പിൽ ഈ പോസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് DYFIയുടെ ഒരു വിശദീകരണം. പക്ഷേ ആ സമയത്തും ഇത് സംബന്ധിച്ച് നിരവധി സംശയങ്ങൾ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും നേരത്തെ UDF പറഞ്ഞതുപോലെ, അതായത് എന്തുകൊണ്ട് റിബേഷിനെയും ചോദ്യം ചെയ്യുന്നില്ല? റിബേഷിന്റെ ശാസ്ത്രീയ പരിശോധന ഫലം, ഇപ്പോൾ മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധന ഫലം ഇപ്പോഴും വന്നിട്ടില്ല. ആ രീതിയിൽ എങ്ങനെയാണ് റിബേഷ് പൂർണ്ണമായും നിരപരാധിയാണ് എന്ന് DYFIക്ക് പറയാൻ കഴിയുക എന്ന ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നത്. എന്തായാലും ഒരു ഭാഗത്ത് UDF പ്രതിഷേധം ശക്തമാക്കുമ്പോഴും മറുഭാഗത്ത് DYFI ഇതിന് പ്രതിരോധം തീർക്കുന്ന നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി ഇത്തരത്തിൽ റിബേഷിന് അനുകൂലമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അത് DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി ഇന്നലെ ഇനാം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് റിബേഷ് കുറ്റക്കാരനാണെന്ന് തെളിയിച്ചാൽ 25 ലക്ഷം രൂപ ഇനാം തരാമെന്ന രീതിയിലായിരുന്നു വടകര ബ്ലോക്ക് കമ്മിറ്റി ഇത് സംബന്ധിച്ചൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ തന്നെ MSFും യൂത്ത് ലീഗ് തിരുവള്ളൂർ കമ്മിറ്റിയും സമാനമായ രീതിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മുഹമ്മദ് കാസിം തെറ്റ് ചെയ്തു എന്ന് തെളിയിക്കുന്നവർക്ക് 10 ലക്ഷം രൂപ ഇനാം നൽകാമെന്ന യൂത്ത് ലീഗിന്റെ പോസ്റ്റിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഇതിനൊരു പ്രതിരോധമായി DYFI റിബേഷ് പ്രതിഷേധം നടക്കുമ്പോൾ ആരോപണ വിധേയനായ റിബേഷ് രാമകൃഷ്ണനെ പ്രതിരോധം തീർക്കുകയാണ് DYFI. വിവരങ്ങളാണ് കോഴിക്കോട് നിന്ന് ശരത്ത് നൽകിയത്.